തളർന്നവരായി തകർന്നവരായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ, അവിടുന്ന് എന്നെ ആശ്വസിപ്പിക്കണമേ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. യെരമ്യാ പ്രവാചകൻ എഴുതി വെച്ചു. സുവിശേഷകൻ അത് ആവർത്തിച്ചു പറഞ്ഞു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവരില്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾ മനസ്സില്ലാതിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാഞ്ഞിട്ടല്ല, പക്ഷേ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മക്കളെ ചൊല്ലി കരയുന്ന റാഹേലിനെ ആശ്വസിപ്പിച്ചെങ്കിലും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ലാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. റാമയിൽ ഒരു ശബ്ദം കേട്ടു. ദൈവാത്മ പറയുന്നു, ഒരു ശബ്ദം കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇംഗ്ലീഷ് എന്ന് വെച്ച് ഏതാ ഇംഗ്ലീഷ് വാക്യം പ്രൊജക്ട് ചെയ്ത്? ഈ കമ്പ്യൂട്ടറിൽ പ്രൊജക്ട് ചെയ്യുന്ന ആൾ അതിന് ഇംഗ്ലീഷ് കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്യാം. പ്രൈസ് ദാറ്റ്. ഇൻ റാമ വാസ് ദെയർ എ വോയിസ്. ഒരു ശബ്ദം, എ വോയിസ്. അതാരുടെ ശബ്ദമാണ്? റാഹേലിന്റെ ശബ്ദം. പ്രൈസ് ഗോഡ്. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ ഇല്ലായികയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സിൽ. റേച്ചൽ വീപ്പിംഗ് ഫോർ ഹെർ ചിൽഡ്രൻ ആൻഡ് വുഡ് നോട്ട് ബി കംഫർട്ടഡ് ബിക്കോസ് ദേ വർ നോട്ട്. 17 മലയാളം എടുത്താട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റാഹേൽ wept for her children. ചിൽഡ്രനും ചൈൽഡും വ്യത്യാസമുണ്ടല്ലേ? ചൈൽഡ് ദൈവ സ്തോത്രം നൗണാണ്, സിംഗുലറാണ്. ചിൽഡ്രൻ വരുമ്പോൾ പ്ലൂരലാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ശബ്ദം കേട്ടു. റാമയിൽ ഒരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം, അത് റാഹേലിന്റെ ശബ്ദം. കരയുന്നത് മക്കളെ ചൊല്ലി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശ്വസിപ്പിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, ആശ്വസിപ്പിച്ചു. പക്ഷേ ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ലാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹന്നയെ ആശ്വസിപ്പിച്ചു. ആരാശ്വസിപ്പിച്ചു? എൽക്കാന ആശ്വസിപ്പിച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിച്ചു? ഹന്നേ, നീ എന്തിനു കരയുന്നു? നീ എന്തിനു പട്ടി കിടക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലോ. പ്രൈസ് ഗോഡ്. റാഹേല് കരഞ്ഞത്, ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. യെരമ്യാ പ്രവാചകനിൽ കൂടെ എഴുതി വെച്ച പ്രവചനം ഹെരോദാവിന്റെ കാലത്ത് നിവൃത്തിയായത് കണ്ടിട്ടല്ല കരഞ്ഞത്. പ്രൈസ് ഗോഡ്. അത് വേറൊരു കാലഘട്ടത്തിലെ കാര്യമാണ്. റാഹേലിന്റെ കാലഘട്ടം അബ്രഹാമിന്റെ കാലഘട്ടമാണ്. മത്തായി എഴുതിയ ഈ സുവിശേഷത്തിന്റെ കാലഘട്ടം യേശുവിന്റെ കാലഘട്ടമാണ്. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിന്റെ കാലഘട്ടമാണ്. ഇപ്പൊ പഴയ നിയമത്തിൽ കരഞ്ഞത് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. ഹന്നയെ ആശ്വസിപ്പിച്ചു. ഹന്നേ, നീ കരയണ്ട, പട്ടിണി കിടക്കണ്ട, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിന് അന്ന മറുപടി പറഞ്ഞതായിട്ട് വായിക്കുന്നില്ല. എന്നാൽ റാഹേൽ പറഞ്ഞു, നീ എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. പ്രൈസ് ഗോഡ്. റാഹേൽ കരഞ്ഞത് പഴയ നിയമത്തിൽ ഈ ഒരു വിഷയത്തിലാണ് കരഞ്ഞത്. മക്കൾ മരിച്ചു പോയിട്ടല്ല കരഞ്ഞത്. മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ കരഞ്ഞത്. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ദൈവം ഹല്ലേലൂയ റാഹേലിന് ഒരു യോസഫിനെ കൊടുത്തു, ഒരു ബെന്യാമീനെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റാഹേലും ബെന്യാമീനും ദൈവത്തിന് സ്തോത്രം. യോസേഫും ബെന്യാമീനും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. യഹൂദ ഗോത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, യഹൂദ ഗോത്രവുമായി നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ, റാഹേലിന് ലഭിച്ച 2 മക്കൾ യോസെഫും ബെന്യാമീനും എവിടെ എത്തി? യോസെഫ് അനേക പ്രതികൂലങ്ങളെ തരണം ചെയ്ത് തൻ്റെ സ്വന്തം ദർശനം പൂർത്തീകരിക്കുന്നത് കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, പൊട്ടക്കിണറ്റിൽ വീണെങ്കിലും, അങ്കി നഷ്ടപ്പെട്ടെങ്കിലും, പുതപ്പിട്ടുകൊണ്ട് ഓടേണ്ടി വന്നെങ്കിലും, കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നെങ്കിലും, തൻ്റെ സ്വപ്നത്തിൻ്റെ, തൻ്റെ ദർശനത്തിൻ്റെ നിവർത്തീകരണം കാണത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ 2-ാം രഥത്തിൽ എത്തി ദേശം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഫറവോൻ ഇപ്രകാരം പറഞ്ഞു: നിന്നെ ഞാൻ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കിയിരിക്കുന്നു. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മേലായിരിക്കും. നിന്റെ വാക്കുകൂടാതെ ഒരു മനുഷ്യൻ പോലും കയ്യോ കാലോ അനക്കുകയില്ല, ഒരു നായ പോലും ശബ്ദിക്കയില്ല. ദൈവത്താൽ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പൈതലെ. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണം കാണിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നിനക്കുള്ള വാഗ്ദത്തങ്ങൾ ഇന്ന് പകല് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിന്നോട് ദൈവം അരുളി ചെയ്തത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, യോസഫിനെ കുറിച്ച് അരുളി ചെയ്തത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ബെന്യാമിനെ കുറിച്ച് അരുളി ചെയ്തത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ യോസഫിനെ ഉയർത്തിയ ദൈവം ബെന്യാമീനെയും വെറുതെ വിട്ടില്ല. ഇസ്രായേൽ ഒരു രാജാവ് ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ച് നിയോഗിച്ച നിമിഷത്തിൽ അവൻ കണ്ടെത്തിയത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ഗോത്രമായിരിക്കുന്ന ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരു ശൗലിനെ രാജസ്ഥാനത്ത് എത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം, പ്രൈസ് ഗോഡ്, റാഹേലേ, നിന്റെ കരച്ചിലിന് അടിസ്ഥാനമില്ല, നിന്റെ കരച്ചിലിന് അടിസ്ഥാനമില്ല. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതിരിക്കല്ലേ. നിന്റെ വിഷയം വലുതാണ്, പ്രശ്നം വലുതാണ്, സാമ്പത്തിക വിഷയം വലുതാണ്, ദാരിദ്ര്യം വലുതാണ്, കുടുംബ പ്രശ്നം വലുതാണ്, ആരോഗ്യ പ്രശ്നം വലുതാണ്, എല്ലാം വലിയ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നത്തെക്കാൾ വലിയ ഒരുവനുണ്ട്. അവൻ ആരെന്ന് മനസ്സിലാക്കി ഇന്ന് ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, റാഹേലിന്റെ കരച്ചിലിന് ആശ്വാസം കൊടുക്കുന്നവൻ നിന്നെ ആശ്വസിപ്പിക്കുമ്പോൾ റാഹേലിനെ പോലെ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതിരിക്കാനല്ല. എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിന് മതിയായവനെന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മനസ്സിലാക്കി വേണം നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. 1-ാം വാക്യം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. 2-ാം വാക്യം, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീണ്ടും പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. തീർന്നില്ല, നിന്റെ ദയയും നിന്റെ വിശ്വസ്തതയും നിമിത്തം ഞാൻ വിശുദ്ധ മന്ദിരത്തെ നോക്കി നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ,
അപ്പൻ പറഞ്ഞത് കേട്ടിട്ടായിരിക്കണം മകൻ ശലോമോൻ പ്രാർത്ഥിച്ചത്. കർത്താവേ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും വേണ്ടുകയില്ല, യുദ്ധത്താലും ക്ഷാമത്താലും രോഗത്താലും ആമേൻ ഹല്ലേലൂയ ജനം കഷ്ടപ്പെടുമ്പോൾ ആരെങ്കിലും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞു നോക്കി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് കേട്ട് നീ അവന് ഉത്തരം അരുളണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കാരണം എന്നറിയാമോ, നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2-3 ആഴ്ച മുമ്പ് ഇവിടെ ഒരു കാര്യം ഞാൻ സങ്കീർത്തനത്തിൽ പ്രസ്താവിച്ചു. എങ്ങനെ സമാധാനത്തോടെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റും, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും, എങ്ങനെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പതറാതെ ജീവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഒന്ന് സംസാരിച്ചു. യു ഹാവ് ടു മിക്സ് യുവർ ഫെയ്ത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വിത്ത് യുവർ എക്സ്പീരിയൻസ്, വിത്ത് യുവർ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, യുവർ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇന്ന് പകൽക്കാലം പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ വിശ്വാസത്താൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ എന്നെ വിടുവിച്ച ഈ ദൈവം ഇനിയും, ഇന്ന് വരെ എന്നെ വിടുവിച്ച ദൈവം ഇനിയും എന്നെ വിടുവിക്കും. ദൈവത്തിൻ്റെ കരം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനുകൂലമല്ല, നിനക്ക് അനുകൂലമല്ലെന്ന് ശത്രു പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നീ പറയണം, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്രമാത്രം ശത്രു നിന്ദിച്ചാലും ഈ ഒരു കാര്യം നിന്റെ മനസ്സിലുണ്ടാകണം. യോസഫേ, നിന്നെ സ്വപ്നം കാണിച്ചവൻ വാക്കുമാറുന്നവനല്ല, സ്വപ്നം കാണിച്ചവൻ വാക്കുമാറുന്നവനല്ല, ദർശനം കാണിച്ചവൻ വാക്കുമാറുന്നവനല്ല, നിന്നോട് സംസാരിച്ചവൻ വാക്കുമാറുന്നവനല്ല. അങ്ങനെ വാക്കുമാറാത്തവൻ മാത്രമല്ല, അവൻ എന്നേക്കും സ്ഥിരവാസമുള്ള ദൈവമാണ്. എന്ന് പറഞ്ഞാൽ നിന്നോട് ഇന്ന് സംസാരിച്ചത് നാളെയും കാണാം, മറ്റന്നാളും കാണാം. ഇവിടം കൊണ്ട് തീരത്തില്ല, നിന്റെ മക്കളത് കാണും. അവിടം കൊണ്ട് തീരത്തില്ല, നിന്റെ മക്കളുടെ മക്കളും അത് കാണും. നിനക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളുടെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, എഫക്റ്റീവ്നെസ്, അതിന്റെ ശക്തി 1000 തലമുറ വരെ നിലനിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ഒരു കാര്യം ഏറ്റുപാടിക്കോണം, എപ്പോഴും ഏറ്റുപാടിക്കോണം, മറക്കാതെ പാടിക്കോണം, മറക്കാതെ ഓർത്തോണം. എന്തെന്നറിയാമോ? എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ. നീ മൺമാറും പിന്മാറും മർത്യരെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും പിന്മാറും മർത്യരെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഇന്ന് രാത്രി ഇന്ന് പോലെ ഞാൻ ചോദിക്കട്ടെ, കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്നോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് സ്തോത്രം പറ. എന്നാ പറയാം, മാറാത്ത വാക്ക്, വാക്കുമാറാത്തവൻ ഒരുവൻ മാത്രമാണ്. അവൻ്റെ വാഗ്ദത്തം അവൻ നിവർത്തിക്കും. തിരുനാമത്തിന് മീതെ നിന്റെ വാഗ്ദത്തങ്ങളൊക്കെയും നീ മഹിമപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ നാമത്തെ ആരാധിക്കുവാൻ നമ്മൾ ഇന്നിവിടെ വന്നു കൂടിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ നിന്നെയും അങ്ങ് ഉയർത്തും. പ്രൈസ് ഗോഡ്. നിന്നെയും സ്വതന്ത്രനാക്കും, നിന്നെയും അനുഗ്രഹിക്കും, നിന്നെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഉന്നതികളിൽ മേൽ നടകൊള്ളുമാറാക്കും. പ്രൈസ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആകത്തുകയാണ്. ഇത് വെച്ചുകൊണ്ട് ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ ചെയ്തതുപോലെ നമുക്ക് പറയാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, ഞാൻ സ്തോത്രം ചെയ്യും, പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പകല് ഹല്ലേലൂയ, എനിക്കറിയാം ഒത്തിരി സാധാരണക്കാൾ അധികം ചൂടുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. ശരീരത്തിൽ നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ചൂട് അകത്ത് അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നിന്റെ അകത്തെ ചൂട് ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറവല ഹതുര ജപന രഗത അർത്തുര ജപന ശന്തർ ഖൗഡി. ആമേൻ, പ്രൈസ് ഗോഡ്. പുറത്തെ ചൂടിനെ തണുപ്പിക്കാൻ, ഹല്ലേലൂയ, നമുക്ക് ഇവിടെ കൊണ്ട് ഈ പെട്ടിയെല്ലാം വെച്ചേക്കുന്നത് എയർ കണ്ടീഷണറാണ്. ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തെ ചൂട് തണുക്കും, പക്ഷെ അകത്തെ ചൂട് തണുക്കില്ല കേട്ടോ.
അകത്തെ ചൂടെന്ന് പറയുന്നത് ഇതിനെ ഒന്നിനെയും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, കർത്താവുമായിട്ടുള്ള ബന്ധത്തെയും അവനുമായിട്ടുള്ള വെളിപ്പാടിനെയും ആശ്രയിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അകത്ത് കത്തുന്നൊരനുഭവം. ഇന്ന് പകൽക്കാലം ധ്യാനിച്ച് ദൈവവചനം ധ്യാനിച്ച് അവൻ്റെ വാഗ്ദത്തങ്ങളെ ധ്യാനിച്ച് അവൻ്റെ ആലോചനകളെ ധ്യാനിച്ച് അവൻ്റെ സ്നേഹത്തെ ധ്യാനിച്ച് അവൻ്റെ ദയയെ ധ്യാനിച്ച് അവൻ്റെ കരുണയെ ധ്യാനിച്ച് ഹല്ലേലൂയ അകത്ത് ആമേൻ ഹല്ലേലൂയ തീ കത്തുന്ന ഒരനുഭവം. ആ അനുഭവം വന്നിട്ട് അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ആമേൻ ഹൃദയത്തിൽ ആത്മീയമായൊരു കത്തൽ വന്നിട്ട് സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. ആമേൻ. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപകളെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് പറയണം, എന്നോട് ദൈവം സംസാരിച്ചു, അത് ഞാൻ വിശ്വസിച്ച്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അത് വിശദമായിട്ട് കാര്യം ചിന്തിക്കാം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, എൻ്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യും, പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും, ദൈവം വിശ്വസ്തയും ഓർത്ത് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇനി നമ്മൾ വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. 4-ാം വാക്യം. യഹോവേ, ഭൂമിയിലെ രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ സ്തോത്രം ചെയ്യുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, ദൈവത്തിന് ദയ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്തുകൊണ്ട്. എന്നാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചാൽ, ഞാനിന്ന് ഈ സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചാൽ നമ്മുടെ അടുത്തിരിക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല, മുൻപിലിരിക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല, പുറകിലിരിക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല, ഇടത്ത് ഭാഗത്തിരിക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല, വലത്ത് ഭാഗത്തിരിക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല. എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവ് ഉടവില ഹദുര ജപനകരകഥ അവൻ്റെ സാന്നിധ്യത്തോടെ ഇറങ്ങി വരികയും കെട്ടുകളെ പൊട്ടിക്കുന്ന, ബന്ധനങ്ങളെ അറുക്കുന്ന, ചങ്ങലകളെ പൊട്ടിക്കുന്ന, അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ദൈവശക്തി വെളിപ്പെടുകയും അബ്ദുല ബൗഡ തകരക തകര സന്തല ബൗഡ നിന്റെ കെട്ടുപൊട്ടിച്ച് നീ വെളിയിൽ വരികയും ചെയ്യും. ആമേൻ. രാത്രി നടന്നു പോകുമ്പോൾ പട്ടി കടിക്കാൻ വന്നാൽ ആളെന്ത് ചെയ്യും? അയ്യോ പട്ടി കടിക്കുന്നേ ഓടിവായു എന്ന് പറഞ്ഞ് നിലവിളിക്കും. വീട്ടിൽ കള്ളം കയറിയാൽ നിലവിളിക്കും, അയ്യോ കള്ളം കയറി ഓടിവായോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ആപത്ത് വരുമ്പോൾ, അത്യാപത്ത് വരുമ്പോൾ ഉറക്കെ നിലവിളിക്കും. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആളെ കൂട്ടാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം നമുക്കൊരാഗ്രഹമുണ്ട്, ആരെങ്കിലും ഒന്ന് വന്നാൽ എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു ശമനമുണ്ടാകും, അല്ലെങ്കിൽ വിടുതലുണ്ടാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരെങ്കിലും വന്നാൽ, എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആരെങ്കിലും വന്നാൽ കുറച്ച് ആശ്വാസം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇരുട്ടത്ത് പട്ടി കടിക്കാൻ വരുമ്പോൾ, കള്ളൻ വരുമ്പോൾ വിളിച്ചു കൂവിയാൽ, അയലക്കത്തുനിന്ന് ഒരാളെങ്കിലും വന്നാൽ ആശ്വാസമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരമല്ലുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന് ഓടി വരുന്നത് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ നാട്ടുകാരല്ല, നിന്റെ വീട്ടുകാരല്ല, നിന്റെ പ്രിയപ്പെട്ടവർ ആരുമല്ല, നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ. ആമേൻ. കുറച്ച് ആള് കൂടിയ ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കല്ലേ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറച്ച് പേര് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പെണ്ണിനെ ആക്രമിച്ചു. യാത്രക്കാരുണ്ടായിരുന്നു, അവരൊന്നും അനങ്ങിയില്ലെന്ന് നമ്മൾ വായിച്ചതാ. ഹല്ലേലൂയ. ഒരാളല്ല, യാത്രക്കാര്. ദൈവമക്കളെ, കുറേ പേര് നിന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ പ്രൈസ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എന്നാൽ ഒറ്റ ഒരുത്തൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അവന് നിന്നെ സഹായിക്കാൻ കഴിയും. ഇന്ന് പകല് നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ച് ആമേൻ മൗനമായിരുന്നാൽ, ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തി. പ്രൈസ് ഗോഡ്. ദൈവം, ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്തിനെ ഉള്ളിൽ ബലം തന്ന് ധൈര്യപ്പെടുത്തുന്നതിന് പകരം ദൈവത്തിന് നേരിട്ട് അങ്ങോട്ട് വന്ന് പ്രവർത്തിക്കാൻ പാടില്ലേ?
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എന്തുകൊണ്ട് നേരിട്ട് വന്ന് പ്രവർത്തിച്ചുകൂടാ? ദാവീദാണ് ഇത് എഴുതിയത്. ദാവീദ് പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നല്ല എഴുതിയത്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എവിടെ പ്രവർത്തിച്ചു? എന്നിൽ പ്രവർത്തിച്ചു. ഇന്ന് പകല് പ്രശ്നം എത്ര വലുതായാലും ദൈവം പ്രവർത്തിക്കേണ്ടത് നിന്നിലാണ്, എന്നിലാണ്. എങ്ങനെ പ്രവർത്തിക്കണം? ആദ്യം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് ബലം തരണം. എവിടെ ബലം തരണം? നിന്റെ കൈയുടെ മസിലിനല്ല, കാലിൻ്റെ മസിലിനല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ പ്രൈസ് ഗോഡ് ഉള്ളിൽ ബലം തന്ന് ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം, നിന്റെ ഉള്ളിൽ ബലം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ധൈര്യപ്പെടാൻ ഇടയായാൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ആ ബലത്തിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? 6 മുഴം ഉയരവും 6 മുഴവും 1 ചാണം നെടുപ്പമുള്ള ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന സമയത്ത് ദാവീദിന് കിട്ടിയ അനുഭവമായിരിക്കും ദാവീദ് ഇവിടെ എഴുതിയത്. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾ ഓരോരുത്തരും അവൻ്റെ പൊക്കം കണ്ടോ, അവൻ്റെ കുന്തം കണ്ടോ, അവൻ്റെ കാൽച്ചട്ട കണ്ടോ, പ്രൈസ് ഗോഡ്, അവൻ്റെ കവചം കണ്ടോ, അവൻ്റെ പരിച കണ്ടോ, ആമേൻ. അവൻ്റെ ഓരോ ആയുധങ്ങളും ചൂണ്ടിക്കാട്ടി, അവൻ്റെ പൊക്കവും ശരീരവും ചൂണ്ടിക്കാട്ടി പേടിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ദാവീദ് എല്ലാവരും ഓടിയപ്പോൾ ഓടാതെ നിന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഉള്ളിൽ ബലം കിട്ടിയത് കൊണ്ടാണ്. ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം കുറെ മസിൽ പവർ ഉണ്ടായതുകൊണ്ടോ, കുറച്ചും കൂടെ തടി വെച്ചതുകൊണ്ടോ, കുറച്ചുകൂടെ പൊക്കം വെച്ചതുകൊണ്ടോ, കുറച്ചുകൂടെ വണ്ണം വെച്ചതുകൊണ്ടോ, പ്രൈസ് ഗോഡ് അല്ല എൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഞാനായി തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിലൊരു ബലം വരണം. നിന്റെ ഉള്ളിലൊരു ബലം വരണം. ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ, ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവം തരാൻ പോകുന്നത് പ്രൈസ് ഗോഡ് നിന്റെ ഉള്ളിലൊരു ബലമാണ്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. 1 ശമൂവേൽ 17-26 എന്നാണോ? അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 24-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു. അവനെ കണ്ടപ്പോൾ, ആരെ കണ്ടപ്പോൾ? ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു, അവന്റെ മുമ്പിൽ നിന്ന് ഓടി. അടുത്ത വാക്യം. എന്നാറെ ഇസ്രായേല്യർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? കാണാത്തവനെ കാണിച്ചു കൊടുക്കുക. ചിലരെ കണ്ടില്ല, പക്ഷെ കണ്ടവൻ എന്ത് ചെയ്യുക? ഓടിപ്പോകുകയല്ല, ഓടിപ്പോകുന്നതിനിടയ്ക്ക് കണ്ടോടാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? അവന്റെ പുറകെ നീ ഓടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ പുറകെ നീയും ഞാനും ഓടണം. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാം കൂടെ ഓട്ടം പിടിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരുവൻ നിൽപ്പുണ്ട്. അവനെക്കുറിച്ച് ശൗല് പറഞ്ഞത്, നീ ബാലനാണ്, നിനക്ക് പ്രാപ്തിയില്ല, അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്, നിനക്കവനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പോഴും ദാവീദ് പറയുന്നത് അറിയാമോ? എനിക്ക് കൈകാര്യം ചെയ്യാമെന്നേ. എന്തുകൊണ്ടാ പറയുന്നത്? കയ്യിലുള്ള ആയുധം കണ്ടിട്ടല്ല, തൻ്റെ മസിലിൻ്റെ ശക്തി കണ്ടിട്ടല്ല, തൻ്റെ പൊക്കം ഓർത്തിട്ടല്ല. ഇതെല്ലാം കൂടെ ഓർത്താൽ പറയാൻ പറ്റത്തില്ല. എന്നാൽ ദാവീദിന് ഇത് പറയാൻ സഹായിച്ചൊരു ദൈവം എന്ത് ചെയ്തു? അവൻ്റെ ഉള്ളിൽ ബലം കൊടുത്തു. ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിൽ ബലം തരുവാൽ, നിന്റെ പ്രശ്നങ്ങളെ കാണുമ്പോൾ തന്നെ, അവൻ്റെ പൊക്കം കാണുമ്പോൾ തന്നെ, അവൻ്റെ ആയുധങ്ങൾ കാണുമ്പോൾ തന്നെ, അവൻ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ, അവൻ്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടിപ്പോയാലും ഓടാതെ നേരെ എതിർത്ത് നിൽക്കാൻ, അണിക്ക് നേരെ ഓടുവാൻ, അവന്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പാൻ ഒരുവനെ സാധിക്കത്തുള്ളൂ. ഉള്ളിൽ ബലം ലഭിച്ചവൻ.
ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയത്തിൻ്റെ പുറത്ത് എൻ്റെ ഉള്ളിലൊരു ബലമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ട സമയമാണിത്. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ട സമയമാണിത്. പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടും. ഹല്ലേലൂയ. ദാവീദിന്റെ ഉള്ളിൽ ബലം നൽകി അവനെ ധൈര്യപ്പെടുത്തുന്നത് എന്താ കാര്യം? എങ്ങനെയാണെന്നറിയാമോ ധൈര്യപ്പെട്ടത്? അവൻ ധൈര്യപ്പെട്ടതാണ് 37-ാം വാക്യം. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, മിക്സ് യുവർ ഫെയ്ത്ത് വിത്ത് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസ്. കഴിഞ്ഞ നാളുകളിൽ നിനക്കുണ്ടായ കഴിഞ്ഞ കാലത്തെ അനുഭവം. നമ്മുടെ കുഴപ്പമെന്നറിയാമോ? ഒരു കൊച്ചു കാര്യം വന്നാൽ മതി, കഴിഞ്ഞത് മുഴുവൻ മറക്കും. ദൈവത്തോടും മറക്കും, മനുഷ്യനോടും മറക്കും. ഒരു ചെറിയ പ്രശ്നം മതി, അതോടെ കഴിഞ്ഞത് മുഴുവനും അങ്ങ് മറക്കും. മറന്നാൽ നഷ്ടം നിനക്ക്, ഓർത്താൽ ലാഭവും നിനക്ക്. പ്രൈസ് ഗോഡ്. ആമേൻ. ശൗലിന് ദാവീദിന് വേണമെങ്കിൽ വിചാരിക്കാം, ഓ അത് കരടിയായിരുന്നില്ലേ, ഇത് സിംഹമായിരുന്നില്ലേ, ഈ നിൽക്കുന്നത് ഗോലിയാത്തല്ലേ അല്ലേ? മുമ്പ് വന്നത് കരടിയായിരുന്നു, പിന്നെ സിംഹവും വന്നു. ഇപ്പം നിൽക്കുന്നത് കരടിയുമല്ല സിംഹവുമല്ല ഗോലിയാത്തല്ലേ? എന്നാൽ ദാവീദിന്റെ കാര്യം അറിയാം, അന്ന് കരടി വന്നപ്പം എനിക്ക് ബലം തന്നൊരു ദൈവമുണ്ട്, സിംഹം വന്നപ്പോൾ എനിക്ക് ബലം തന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇവന്റെ മുമ്പിലും എനിക്ക് ബലം തരും. ഈ ഉറപ്പാണ് ഇന്ന് രാത്രി പകൽക്കാലം നമുക്ക് വേണ്ടത്. നിന്റെ വിഷയത്തിന്റെ പുറത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ ബലം തരുന്നൊരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ അകത്ത് ബലം തരുന്നൊരു ദൈവമുണ്ട്. അപ്പൊ അകത്ത് ബലം തന്ന് ദൈവം എന്ത് ചെയ്തു? ധൈര്യപ്പെടുത്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഇതേ ചെയ്തുള്ളൂ. ദാവീദിനെ പുതുതലം പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. ദാവീദിന് അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ സകല ആയുധങ്ങളും പടക്കവും കൈ കിട്ടി. മനസ്സിലാക്കണം, ശൗല് തന്റെ പടച്ചട്ടയും മേലങ്കിയും ശിരസ്ത്രവും വാളും കൊടുത്തു ദാവീദിന്റെ കയ്യിലോട്ട്. അവിടെ ഉള്ളതിലേക്ക് ഏറ്റവും നല്ല ആയുധമാണ്, രാജാവിന്റെ ആയുധം കയ്യിൽ കിട്ടി. പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് പുതിയതൊരെണ്ണം പഠിപ്പിച്ചെടുക്കാനല്ല, നിനക്ക് അറിയാവുന്ന വിധത്തിൽ നിന്നെ ഒന്ന് ശക്തിപ്പെടുത്താനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് അറിയാവുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് അറിയാവുന്ന ഉപവാസം ഉപവസിച്ചാൽ മതി, നിനക്ക് അറിയാവുന്ന വേദഭാഗം വായിച്ചാൽ മതി. ആ ഓരോ പ്രാർത്ഥനയിലും, ഓരോ ഉപവാസത്തിലും, ഓരോ സ്തോത്രത്തിലും, ഓരോ ഹല്ലേലൂയയിലും വായിച്ച ഓരോ വേദഭാഗത്തിലും ദാവീദ് ചുഴറ്റി എറിഞ്ഞ കല്ലിനകത്തുകൂടെ വ്യാപരിച്ച ശക്തി, ആ കല്ലിനകത്ത് അടക്കം ചെയ്ത ദൈവശക്തി, ആമേൻ, ദാവീദിന്റെ കവണയിലെ കല്ലിനകത്ത് അടക്കം ചെയ്ത ആമേൻ നസ്രായന്റെ ശക്തി ഇന്ന് രാത്രി ആ കല്ല് ആമേൻ ശത്രുവിന്റെ നേരെ ചീറി പായുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? പുതിയ ആയുധമല്ല. നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഉപയോഗിച്ച ആയുധം തന്നെ. അപ്പൊ പുതിയ ഒരു ആയുധം വന്നിട്ട് അത് പഠിച്ചിട്ട് പ്രൈസ് ഗോഡ് കൈകാര്യം ചെയ്യാൻ നേരമില്ലെന്ന്. എടാ, 40 ദിവസമായിട്ട് കിടക്കുന്ന വിഷയത്തെ ഇന്ന് അവസാനിപ്പിക്കണം അല്ലേ? 40 ദിവസമായിട്ട് കിടക്കുന്ന വിഷയത്തെ ഇന്ന് അവസാനിപ്പിക്കണം. അതിന് പുതുതൊന്ന് പഠിക്കാൻ നേരമില്ല. പണ്ട് പഠിച്ചത് തന്നെ മതിയെന്ന്. അന്നത്തെ പ്രാർത്ഥന, കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിടുവിക്കാൻ വേണ്ടി കഴിച്ച പ്രാർത്ഥന ഓർമ്മയുണ്ടോ? പ്രശ്നമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മയുണ്ടോ? ആർക്കുമില്ലേ? ഓർമ്മയുണ്ടോ? ദൈവാത്മാവ് പറയുന്നു, ആ പ്രാർത്ഥന മതി ഈ ഗോലിയാത്തിനെ വീഴിക്കാൻ. യേശുവിന്റെ നാമത്തിൽ നീ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന മതി. ഇന്നത്തെ ഗോലിയാത്ത് താഴെ വീഴും. കാരണം 17-ാം അധ്യായം 46-ാം വാക്യം ഒന്ന് വായിച്ചേ.
പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ചേട്ടന്മാർ ഓടിയ സ്ഥാനത്ത് അണിക്ക് നേരെ അനിയൻ ഓടുകയാണ്. എന്നിട്ട് ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ലവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. എന്ത് ബലത്തിലായിരിക്കും അല്ലേ, എത്ര ശക്തിയിലായിരിക്കുമല്ലേ. അത് ദാവീദിന്റെ ശക്തിയല്ല, ആ കല്ലിന്മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി. പ്രൈസ് ഗോഡ്. ആ ശക്തിയെക്കുറിച്ച് പൗലോസ് എഫെസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അവൻ മറന്നു പോയെങ്കിൽ നമുക്കിപ്പോഴൊന്നും എടുത്ത് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 13 മുതലുള്ള വാക്യങ്ങൾ. 18 മുതൽ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്ന് പകൽ ആ ശക്തിയാണ് ദൈവവൈദ്യരെ നിന്റെ ഉള്ളത്തിൽ തന്ന് ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, പരിമിതിയില്ലാത്ത വലിപ്പം, അളക്കാൻ കഴിയാത്ത വലിപ്പം, ഏത് ഗോലിയാത്തിനെയും താഴെ വീഴിക്കാൻ തക്കവണ്ണം ശക്തമായ വലിപ്പം. ആ ശക്തി ഇന്ന് പകൽക്കാലം നിന്നിൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആ ശക്തി ഇത് പകല് എന്നിൽ നിന്നും വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇത് പറയാൻ ദാവീദിനെ ധൈര്യപ്പെടുത്തിയത് ദൈവത്തിന് സ്തോത്രം 45 മുതൽ. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം കൂടെ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നും സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. രണ്ട് കാര്യം അറിയും. ഒന്ന്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ വെല്ലുവിളി എടുക്കാൻ സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഈ വെല്ലുവിളിയെ നീ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ ലോകം അറിയണം, നിന്റെ പ്രിയപ്പെട്ടവർ അറിയണം, നിന്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും അറിയണം, നീ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. രണ്ടാമത്, യഹോവ രക്ഷിക്കുന്നത് വാളുകൊണ്ടുമല്ല കുന്തം കൊണ്ടുമല്ല. ഇതും ഗ്രഹിക്കാനിടയായി തീരണം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. നീ കുന്തം കണ്ട് ഭയപ്പെടത്തില്ല, വാള് കണ്ട് ഭയപ്പെടത്തില്ല, പൊക്കം കണ്ട് ഭയപ്പെടത്തില്ല, ഒന്നും കണ്ടും ഭയപ്പെടത്തില്ല. കാരണം ഇതൊന്നും കൊണ്ടല്ല ദൈവം എന്നെ രക്ഷിക്കാൻ പോകുന്നത്. എൻ്റെ ഉള്ളത്തിൽ ബലം തന്ന് എന്നെ ധൈര്യപ്പെടുത്തി എൻ്റെ കയ്യിലുള്ള കൊച്ചു കവണയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ചെറിയ കല്ല്, തോട്ടിൽ കിടന്ന കല്ല്, മിനുസമുള്ള കല്ല്, ആ കല്ലിന്മേൽ കൂടെ എന്റെ ദൈവം ശക്തി വ്യാപരിപ്പിക്കാൻ പോകുകയാണ്. ഓരോ പ്രാവശ്യം ദാവീദ് കറക്കുമ്പോഴും അതിലേക്ക് ദൈവശക്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ഓരോ ആരാധനയിലും, ഓരോ കയ്യടിയിലും, ഓരോ പ്രാർത്ഥനയിലും, ഓരോ ഉപവാസത്തിലും the power of God, the power of the Holy Spirit, the power of Jesus അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ധൈര്യപ്പെട, 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 ധൈര്യപ്പെട. എന്റെ ഉള്ളിൽ ബലം തന്നു, എന്റെ ഉള്ളിൽ ബലം തന്നു, എന്റെ ഉള്ളിൽ ബലം തന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദാവീദ് ജയിച്ചത്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 27-ാം അധ്യായം.
അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. 14 ദിവസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഒന്നും ഭക്ഷിക്കാതെ എന്ത് ചെയ്യാ? പട്ടിണി കിടക്കുക. എങ്ങനെ പട്ടിണി കിടക്കുന്നത്? കാത്തുകൊണ്ട്. Praise God. This is the 14th day that ye have tarried and continued fasting. Praise God. Hallelujah. പട്ടിണി കിടക്കുക മാത്രമല്ല, കാത്തുകൊണ്ട് പട്ടിണി കിടക്കുക. എന്തോ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുക? ഈ ഇവിടെ നിന്നൊരു വിടുതലുണ്ടോ? ആ കപ്പലിലുള്ള 276 പേരും അവരായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിടുതലുണ്ടോ എന്ന് കാത്തുകൊണ്ട് പട്ടിണി കിടക്കുക. ഉപവാസമല്ല കേട്ടോ. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് ഉപവാസമെന്ന് പറഞ്ഞത്. പ്രശ്നം വന്ന് തലേ കയറുമ്പം വിശപ്പില്ല, എന്ത് കഴിച്ചാലും പ്രൈസ് കഴിക്കാൻ വയ്യ. എന്നിട്ട് കഴിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയും നമ്മൾ ഉപവാസമാണ്. പ്രൈസ് ഇവർ ഉപവാസമൊന്നുമില്ല, തനി മുഴു പട്ടിണിയാണ്. കാരണം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഈശാനുമല്ലെന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയ സ്ഥാനത്ത്, പ്രൈസ് ഗോഡ്, കൈവിറ്റ് പോയ സ്ഥാനത്ത് 14 ദിവസം കരികര പട്ടിണി. പൗലോസ് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതേ ഇത് 14ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, വിഷയത്തിൻ്റെ ഗൗരവം എത്ര വലുതായാലും അവൻ പട്ടിണി കിടന്നത് എന്നാണെന്നറിയാമോ? കൊച്ചു വിഷയമായാലും വലിയ വിഷയമായാലും പട്ടിണി കിടന്നതിൻ്റെ കാരണം ദൈവത്തിന് സ്തോത്രം, ഉള്ളിൽ ബലമില്ല. ഉള്ളിൽ ബലമില്ല. ആമേൻ. ഉള്ളിൽ ബലമില്ല എന്ന് പറയത്തില്ല, വിശപ്പില്ല എന്ന് പറയും. ഉള്ളിൽ ബലമില്ല എന്നാലും പറയത്തില്ല, എനിക്കൊരു വിശപ്പില്ല എന്ന് പറയും. വിശപ്പല്ല ഇല്ലാത്തത്, ബലമാണില്ലാത്തത്. അതുകൊണ്ട് കർത്താവിനോട് പറ, ഇന്ന് ഉള്ളിൽ ബലം തന്ന് എന്നെ ധൈര്യപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക് ഉള്ളിൽ ബലം തന്ന് ധൈര്യപ്പെടുത്തുന്നൊരു ദൈവം. ഉള്ളിൽ ബലം തന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി താഴോട്ട് വായിച്ച് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിച്ചതിന്റെ ബാക്കി വായിക്കേ. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല. 276 ആളുകളെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ തലയിലെ രോമം പോലും നഷ്ടമാകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി അത് പറയാനുള്ള ധൈര്യം അറിയാം. അടുത്ത കപ്പലിൽ ഞങ്ങൾ 276 ആളുണ്ടായിരുന്നു. അടുത്ത വാക്യം. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞു, കപ്പലിന്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. ഇത് പറയുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 27-ാം അധ്യായത്തിന്റെ 22 മുതൽ 21 മുതൽ അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട്. അടുത്ത വാക്യം. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കപ്പലിന് ഹാനി വന്നേ പറ്റൂ. കപ്പലിന് ഹാനി വന്നേ പറ്റൂ. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം, പൗലോസ് നേരിട്ട് പറഞ്ഞതാ. 9-ാം വാക്യം. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ഉള്ളതാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ
കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ജനത്തോട് പറഞ്ഞു, ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടങ്ങൾ വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമയുടെയും വാക്ക് അധികം വിശ്വസിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നഷ്ടം വരുമെന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് കഷ്ടം വരുമെന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നീ പുറപ്പെടല്ലേ എന്ന് പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കപ്പലുടമസ്ഥനും മാലൂമിയും നിന്നിട്ട് പറയുകയാണ്, അവൻ അങ്ങനെയൊക്കെ പറയും, നമുക്കിവിടെ നിന്ന് പോകാം. ദൈവത്തിന്റെ ആലോചന വ്യക്തമായി ഉണ്ടായിട്ടും അതിനോട് എതിർത്ത് നിന്ന വ്യക്തികളാണ് കപ്പലുടമസ്ഥനും മാലൂമിയും. ഇവന്റെ കപ്പൽ തകരുമെന്ന്, ഇവന് നഷ്ടം വരുമെന്ന്. എന്നാൽ പ്രൈസ് ഗോഡ്, യാത്രക്കാരായി ബാക്കിയുള്ള 276 പേരിൽ ബാക്കിയുള്ളവരോട് പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു നഷ്ടവും വരാതെ കണ്ട് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുടിയിലെ രോമം പോലും നഷ്ടമാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വലിയ കപ്പല് നശിക്കും, എന്നാൽ ഈ കൊച്ചു മനുഷ്യൻ നശിക്കത്തില്ല. നിന്നെ സഹായിക്കുന്ന ദൈവം വൻ കപ്പലിനെ നശിപ്പിച്ചാലും നിന്നെ നശിപ്പിക്കാതെ അതിനകത്തു നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ മതിയായൊരു ദൈവമുണ്ട്. മനസ്സിലായോ? ഒരാള് ഒരു കപ്പല് രണ്ടും കൂടെ നിർത്തി ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും? കപ്പലിനകത്ത് 276 ആളുണ്ട്. അപ്പോൾ കപ്പലിൻ്റെ വലിപ്പം നിങ്ങൾക്കറിയാം. ആ 276 ആൾ മാത്രമല്ല, പിന്നെ ചരക്കുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ മേനകയുടെ അതിലങ്ങ് പോയിട്ട് ഫോർ ഷോർ റോഡിൽ കൂടെ പോകുമ്പം മഹാരാജാസ് കോളേജിൻ്റെ അവിടേക്ക് എത്തുമ്പം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ എണ്ണ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് കൊച്ചിൻ റിഫൈനറിയിലേക്ക് പമ്പ് ചെയ്യുന്നൊരു കപ്പൽ കിടക്കുന്ന കാണാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് അതിലെ ബസ്സിൽ പോകുമ്പം കൊച്ചി പോകാതെ എറണാകുളത്ത് നിന്ന് ഏറ്റവും അടുത്ത കപ്പലിനെ കാണാൻ പറ്റുന്ന സ്ഥലം അതാണ്. ഇങ്ങനെ ബസ്സിന് തല പുറത്തോട്ടിട്ട് നോക്കും, എന്തോ ഒരു വലിയ കപ്പൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് എറണാകുളം ഭാഷ പറഞ്ഞു വലിയ കാട്ട കപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തൊരു വലിയ കപ്പൽ. ആമേൻ. എന്നാൽ എനിക്ക് ജോലി കിട്ടി. ആദ്യത്തെ ട്രയലിന് എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടി ഞങ്ങൾ നേവിയുടെ കപ്പലിനകത്ത്, യുദ്ധക്കപ്പലിൽ പുറത്തോട്ടങ്ങോട്ട് പോയപ്പോൾ 100 കിലോമീറ്റർ കഴിയുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ, ഒരു കാഴ്ച കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അവിടെ ഞങ്ങൾ കണ്ടതിനേക്കാളും വലിയ കാട്ടക്കപ്പൽ. പ്രൈസ് ഗോഡ്. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ബോട്ടും കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൂരെ നിന്ന് കണ്ടതാണ്. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ബോട്ട് പോലെ കണ്ട സാധനമാണ് ഇവിടെ എറണാകുളത്ത് കിടക്കുന്നത്. പ്രൈസ് ഗോഡ്. ലക്ഷക്കണക്കിന് ടണ്ണേജുള്ള വലിയ കപ്പലിന് കടലിന് ആഴം കുറവ് കാരണം ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്ത് നങ്കൂരം ഇട്ടിട്ട് ഈ ചെറിയ കപ്പൽ ചെന്ന് അതേ എണ്ണ പകർന്നാണ് ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിൻ റിഫൈനറിലേക്ക് പമ്പ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വലിയ കപ്പലിൻ്റെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ഓയിൽ ടാങ്കറിൻ്റെ അടുക്കൽ നമ്മൾ കണ്ട വലിയ കപ്പൽ പോയി നിന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരു ബോട്ട് കിടക്കുന്ന പോലെ തോന്നി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് കപ്പലും തമ്മിലുള്ള ബന്ധമെങ്കിൽ കപ്പലും മനുഷ്യനും തമ്മിലുള്ള സൈസ് വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇത്ര വലിയ കപ്പലിനെ നശിപ്പിച്ചാലും വേണ്ടുകയില്ല, ഈ കൊച്ചു മനുഷ്യനായ നിന്നെ നശിപ്പിക്കത്തില്ല, എന്നെ നശിപ്പിക്കത്തില്ല. നമ്മുടെ വലിപ്പത്തിൻ്റെ പെരുമ കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദയയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വലിപ്പം കൊണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ ദയയെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കും, നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ വിശ്വസ്തത ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എന്നെക്കാളും നിന്നെക്കാളും വലിയതിനെ തട്ടിയിട്ടാണ് ഈ കൊച്ചു മനുഷ്യരായ എന്നെ ഇന്നിനെ നിലനിർത്തുന്നത്. ഇത് ദൈവ സ്നേഹമാണ്, ഇത് ദൈവ കൃപയാണ്, ഇത് ദൈവത്തിന്റെ ദയയാണ്. ആ ദയ എൻ്റെ മേൽ ഇന്നും ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? ആമേൻ. അങ്ങനെയുള്ള ആ ദയ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വ്യാപരിപ്പിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിട്ട് ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ, എവിടെ ചെന്ന് അവസാനിപ്പിച്ചെന്നറിയാമോ?
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 7-ാം വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ജീവിപ്പിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും യെസ്, നിന്നെ ജീവിപ്പിക്കും. നീ തട്ടിപ്പോകാൻ സമ്മതിക്കത്തില്ല. നിന്റെ വിഷയത്തിന് പരിഹാരം തരും. ഇന്ന് ഈ ആരാധനയ്ക്ക് കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്ന് ഇതിനകത്തോട്ട് കയറിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ തിരിച്ചിറങ്ങുമ്പം കഷ്ടതയുടെ നടുവിലല്ല, സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ആരാധനയുടെയും നടുവിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ കഷ്ടകാലം മാറി, ദുഃഖകാലം മാറി, വിടിവിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടുപോകണം. മനസ്സിലായോ? എങ്ങനെ പോകണം? ഈ കഷ്ടതയുടെ നടുവിൽ നിന്ന് അകത്തോട്ട് കയറി സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും നടുക്ക് കയറി കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് പോകണം, എന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ ഉള്ളിൽ ബലം തന്ന് ധൈര്യം തന്ന് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇനി എനിക്ക് പ്രശ്നമില്ല. ആമേൻ. വിശ്വസിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? ലാസർ എഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് ജീവനോടെ വെളിയിൽ വന്നിട്ടല്ല. ലാസർ ജീവനോടെ വന്നിട്ട് എന്നെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ലാസർ വെളിയിൽ വന്നിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? ലാസർ കല്ലറയ്ക്ക് അകത്ത് കിടക്കുമ്പം, മരിച്ചു കിടക്കുമ്പം, നാറ്റം വെച്ച് കിടക്കുമ്പം, 4-ാം ദിവസമായെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വിശ്വസിക്കണം. ഈ നാറ്റം വെച്ചത് വിഷയമല്ല, ഈ മരിച്ചത് വിഷയമല്ല, ഈ അടക്കം നടന്നത് വിഷയമല്ല, ഈ 4 ദിവസമായത് വിഷയമല്ല. അവൻ എല്ലാത്തിന്മേലും സർവശക്തിയുള്ള അധികാരമുള്ള എൻ്റെ യേശു എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. വിശ്വാസ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു, യേശു ഇതാ വിളിക്കുന്നു, ലാസറേ പുറത്തു വരിക. ഇന്ന് പകൽക്കാലം യേശു വിളിക്കുന്നത്, നിന്റെ വിഷയത്തെ വിളിക്കുന്നത്, നിന്റെ പ്രശ്നത്തെ വിളിക്കുന്നത് നിന്റെ ചെവി കൊണ്ട് അവൻ കേൾക്കാൻ ഇപ്പോൾ കഴിയുന്നെങ്കിൽ സ്തോത്രം പറ. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ലാസറസ് കം ഫോർത്ത്, ലാസറസ് കം ഫോർത്ത്, ലാസറസ് യു കം ഫോർത്ത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വെളിയിൽ വരട്ടെ. ഹല്ലേലൂയ. എന്തോ വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. എന്തോ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ
39 വാക്യം അല്ലേ? 40 വാക്യം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്ത് വിശ്വസിക്കണം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. വിശ്വസിക്കാൻ അതിനു വേണ്ടി എന്ത് വിശ്വസിക്കണം? നാറ്റം വെച്ച് തുടങ്ങി. എന്തോ വിശ്വസിക്കണം? കല്ലറയ്ക്കകത്ത് ചത്ത് കിടക്കുന്നു, ദ്രവിച്ച് കിടക്കുന്നു, ജീർണിച്ച് കിടക്കുന്നു. എന്ത് വിശ്വസിക്കണം? ഹലോ, എന്തോ വിശ്വസിക്കണം? ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ എന്തോ വിശ്വസിക്കണം? ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ മഹത്വം എന്തുവാ? സ്തെഫാനോസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സർവശക്തൻ്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. യെഹെസ്കേൽ അവൻ്റെ തേജസ് കണ്ടു. പ്രൈസ് ഗോഡ്. അപ്പോസ്തലന്മാർ എഴുതി, ഏകജാതനായ അവൻ്റെ തേജസ് ഞങ്ങൾ കണ്ടു. all have seen the glory. ഞാൻ ചോദിച്ചു, മാർത്ത എന്തോ മഹത്വം കാണേണ്ടത്? മാർത്തയ്ക്ക് ഒറ്റ കാര്യമേ മഹത്വമായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ. എന്നാന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സച്ചിന് ഇച്ചിരി ഗെയിനൊന്ന് കൂട്ടാം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ, ആ വാക്യം മരിക്കയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. If thou hadst been here, my brother had not died. Praise God. The past unreal condition no. പണ്ട് പഠിച്ച് ഓർക്കുന്നുണ്ട്. Praise God. ഉണ്ടായിരുന്നെങ്കിൽ അൺറിയൽ പാസ്റ്റ്. അതെ, അൺറിയൽ പാസ്റ്റ്. Praise God. Hallelujah. Would not have been unreal. പക്ഷേ പ്രൈസ് ഗോഡ്, ഈ അൺറിയലായിട്ടുള്ള കാര്യത്തെ, അൺറിയലായിട്ടുള്ള പാസ്റ്റിനെ റിയലാക്കി മാറ്റുവാൻ ഒരു കാര്യം നിനക്ക് ചെയ്യാമോ? ക്യാൻ യു ബിലീവ്? മറിയയെ, മാർത്തയെ നിനക്ക് വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ അൺറിയൽ എന്ന് നിനക്ക് തോന്നുന്നത് ഇപ്പോൾ റിയലാകാൻ പോകുകയാണ്. ഇപ്പോൾ റിയലാകാൻ പോകുകയാണ്. നിനക്ക് അൺറിയൽ എന്ന് തോന്നിയത് ഇപ്പോൾ റിയലാകാൻ പോകുകയാണ്. യാഥാർത്ഥ്യമല്ല എന്ന് തോന്നിയത് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. എന്ത് ചെയ്താല് നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എന്ത് വിശ്വസിക്കണം? 23 വാക്യം. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. 23 വാക്യത്തിൽ യേശു പറഞ്ഞു വെച്ചു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതാണ് 40 വാക്യത്തിൽ കർത്താവ് ചൂണ്ടിക്കാട്ടുന്നത്. 40 വാക്യം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ. വിശ്വസിച്ചാൽ 23 വാക്യത്തിൽ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാമെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. എപ്പോൾ കാണാൻ പോകുക? ഇപ്പോൾ കാണാൻ പോകുക. എങ്ങനെ കാണാൻ പോകുക? കല്ലങ്ങോട്ട് മാറ്റ്. നീ കല്ലങ്ങോട്ട് മാറ്റ്. ഈ തടസ്സം അങ്ങോട്ട് മാറ്റ്. നിന്റെ മനസാക്ഷിയുടെ തടസ്സം മാറ്റ്. നിന്റെ വിശ്വാസത്തിന്റെ തടസ്സം മാറ്റ്. അത്ഭുതങ്ങൾ നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ കല്ല് മാറ്റ്. ചില കല്ലുകൾ ഇന്ന് പകൽക്കാലം മാറ്റാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, നീ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. കർത്താവ് ഇത്രയും പറഞ്ഞിട്ടും ഹല്ലേലൂയ, നിന്റെ സഹോദരൻ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ 24 വാക്യം. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അറിവാണ് പ്രശ്നം. നിന്റെ ഈ അറിവാണ് പ്രശ്നം. നിന്റെ ഈ അറിവുള്ളിടത്തോളം കാലം ഒടുക്കത്തെ നാൾ വരെ കാത്തിരിക്കണം. എന്നാൽ ആ അറിവങ്ങോട്ട് മാറ്റി വച്ചിട്ട്
കല്ലങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി, വെളിയിൽ വരാൻ പോകുകയാണ്. നിന്റെ മരിച്ചെന്ന് പറയുന്ന ലാസർ, നാറ്റം വെച്ചെന്ന് പറയുന്ന ലാസർ, 4 ദിവസമായെന്ന് പറഞ്ഞ ലാസർ, നീ കല്ല് മാറ്റാൻ കാത്തിരിക്കുകയാണ്. അവന് വെളിയിൽ വരുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ വെളിയിൽ കൊണ്ടുവരുവാൻ കർത്താവ് ചെയ്ത ഒരൊറ്റ കാര്യം. ആമേൻ. കർത്താവ് ചെയ്തത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമോ? ചിലർ പറയണം, എടാ ഞാൻ ചെയ്യുന്നത് പോലെ കണ്ടുപഠിക്ക് ചെയ്യാനായിട്ട് അപ്പന്മാർ പറയണം മക്കളോട്. ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്യടാ. പ്രൈസ് ഗോഡ്. മമ്മി പറയുന്നത് പോലെ ചെയ്യടാ, മമ്മി ചെയ്യുന്നത് കാണിച്ചത് പോലെ ചെയ്യടി, ഇതൊക്കെ പറയാറുണ്ട്. കർത്താവ് ചെയ്യുന്നത് കാണാൻ മനസ്സിലാക്കാൻ പറ്റുമോ? 40-ാം വാക്യം തൊട്ട് വായിച്ച്. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപേക്ഷ കേട്ടോ? കേട്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്തു? കേൾക്കുന്നതിന് മുമ്പ് വാഴ്ത്താൻ തുടങ്ങി. എന്തിനു വാഴ്ത്തി? കേട്ടതിനായി വാഴ്ത്തി. ഹല്ലേലൂയ. എങ്ങനെ വാഴ്ത്തി? മേലോട്ട് നോക്കി. യേശു കാണിച്ചു തന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഇന്ന് മേലോട്ട് നോക്കാൻ മനസ്സുണ്ടോ? നിന്റെ വിഷയത്തിൻ്റെ മറുപടി വരുന്ന എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം മേലോട്ട് നോക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിന്റെ അനുഗ്രഹം താഴോട്ട് 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 വരികയാണ്. ഞാൻ നിന്നെ യേശു വാഴ്ത്തിയതുപോലെ മേലോട്ട് നോക്കി വിശ്വാസത്താൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തെ ഒന്ന് വാഴ്ത്തുവാൻ മനസ്സുള്ളവർക്ക് ആമേൻ ഈ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാമോ? स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है. आमीन. स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है. प्रभु हमारा कितना महान, देखो हमसे करता है प्यार. प्रभु हमारा कितना महान, देखो हमसे करता है प्यार. हालेलू हालेलूया, हालेलू हालेलूया, हालेलू हालेलूया, हालेलू हालेलूया. स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है. സ്തുതിയും ആരാധനയും മുകളിലേക്ക് ഉയരുമ്പോൾ, ഈ ദൈവത്തെ വാഴ്ത്തുമ്പോൾ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിന്റെ അനുഗ്രഹങ്ങൾ താഴോട്ട് വരികയാണ്. देखो हमसे करता है प्यार, प्रभु हमारा कितना महान, देखो हमसे करता है प्यार. हालेलू हालेलूया, हालेलू हालेलूया, हालेलू हालेलूया, हालेलू हालेलूया. In the name of Jesus, in the name of Jesus, we have the victory. Hallelujah. In the name of Jesus, in the name of Jesus, send us the Lord to me. When we stand in the name of Jesus, tell me who can stand before. In the mighty name of Jesus, we have the victory. In the mighty name of Jesus, we have the victory. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിനോടും യേശുവിൻ നാമത്തിൽ എന്നിടുമ്പോൾ ആ നാമത്തെ എന്നിടും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം നമുക്കുണ്ട്, ജയം നമുക്കുണ്ട്. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. There is power, power, wonder working power in the blood of
of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. The Shakti, Shakti, അത്ഭുത ശക്തി യേശുവേ. What a mighty God we serve! What a mighty God we serve! Heaven and earth before Him, heaven and earth adore Him. What a mighty God we serve! What a mighty God we serve! What a mighty God we serve! Angels bow before Him, heaven and earth adore Him. What a mighty God we serve! Hallelujah! ഒരു ശക്തിയുള്ള ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ 23-ാം വാക്യത്തിൽ പറഞ്ഞതിന് മറുവാക്യം കണ്ടുപിടിക്കാനല്ല, അതങ്ങനെ തന്നെ വിശ്വസിക്കാം. മറിയ എന്താ ചെയ്തത്? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത എന്താ ചെയ്തത്? കർത്താവ് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത എന്ത് ചെയ്തു? വേറൊരു വാക്യം കണ്ടുപിടിച്ചു, മറുവാക്യം കണ്ടുപിടിച്ചു. നിനക്ക് വേദപുസ്തകനെ കുറിച്ചുള്ള അറിവാ പ്രശ്നം, കർത്താവിനെ കുറിച്ചുള്ള നിന്റെ അറിവ് കുറച്ച് കൂടിപ്പോയതാ പ്രശ്നം. ഹല്ലേലൂയ! എൻ്റെ ദൈവം ഞാൻ തന്നെ വഴിയും സത്യവും പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞവൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഇവൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ലാസർ വെളിയിൽ വരുമെന്ന് യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ലാസർ വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാൻ കഴിവുള്ള ദൈവജനത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം കർത്താവ് കൽപ്പിക്കാൻ പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. റാഹേൽ കാണിച്ചതും മാർത്ത കാണിച്ചതും രണ്ടും ഒന്ന് തന്നെ. മക്കളെ ചൊല്ലിക്കരഞ്ഞു, മക്കളില്ലായികയാൽ ആശ്വാസം കൊള്ളുവാൻ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. ലാസറിനെ ചൊല്ലിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. തന്നെത്താനെ കരഞ്ഞ മാത്രമല്ല നാട്ടുകാരെയും കരയിപ്പിച്ചു. തന്നെത്താനെയും കരഞ്ഞ് നാട്ടുകാരെയും കരയിപ്പിച്ചത് മാത്രമല്ല യേശുവിനെയും കരയിപ്പിച്ചു. നോക്കി, ചിലതുങ്ങളൊക്കെ കരച്ചിൽ തുടങ്ങിയ യേശു നിന്ന് കരഞ്ഞു. നിന്റെ മാർത്തേ മറിയ നിന്റെ കരച്ചിന്റെ റിസൾട്ട് നോക്ക്, വല്ല ഗുണമുണ്ടായോ? നാട്ടുകാരല്ല അവിടെ വായിക്കുന്നത് എങ്ങനെയാ? നാട്ടുകാരും കരഞ്ഞു, അവിടെ നിൽക്കുന്ന സകലരും കരഞ്ഞു, ഒരു കാര്യം കരഞ്ഞു, യേശുവും കരഞ്ഞു. നിന്റെ കരച്ചിലിന് ഒരു പ്രയോജനവുമില്ല. എന്നാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ വിഷയത്തിൻ്റെ വിടുതൽ കാണും, നിന്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ കാണും. ഇന്ന് പകൽക്കാലം വിശ്വാസം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ! ഞാൻ ചുമ്മാ പറയല്ല. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെ പ്രശ്നം കടന്നു വന്നാലും ഹല്ലേലൂയ, ഒരു കാര്യം എനിക്കറിയാം, വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെയും എന്നെയും വിളിച്ചവൻ വിശ്വസ്തനാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ, കണ്ണിൽ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൽ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അതുകൊണ്ട് അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറെ കരയുകിലോ കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കാർമൂ
മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല ദൈവം നിനക്കൊണ്ട്, ഒരു യേശു നിനക്കൊണ്ട്. ദൈവം ഇതിനെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള ദൈവദാസൻ എഴുതിയ പാട്ടാണിത്. പ്രൈസ് ഗോഡ്. അഴലേറും ജീവിത മരുവിൽ തളരുകയോ, ഭാര്യയോട് ചോദിക്കുക, സഹജേ നീ തളരുകയാണോ? കയ്പുള്ള വെള്ളം കുടിച്ചാലും കൽപ്പന പോലെ നടക്കണം. ചുടിചോര ചിന്തേണ്ടി വന്നാലും തൻ്റെ ഇടത്തോടെ നിൽക്കണം. തന്ത്രങ്ങൾ ഓതാൻ പലരും ഉണ്ടാകും, പക്ഷെ നീ അതിനകത്ത് വീണു പോകരുത്. ഇതേ മുട്ടങ്കി കുറിച്ച് വീണ്ടും ചില വരികൾ കുറിച്ചിട്ടു. എന്താനന്ദം, എന്താനന്ദം, എനിക്ക് എന്താനന്ദം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ യാത്ര വിശ്വാസ കപ്പലിലാണ്. പ്രൈസ് ഗോഡ്. ആ ഒരു വരി ഈ പ്രത്യാശയോടെ പാടാൻ പറ്റുമെങ്കിൽ ചേർന്ന് പാടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും രൂപം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിയിലത്രേ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിയിലത്രേ. തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നേരും മുട്ടില്ലാതെ വണ്ണം. എന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും എനിക്കുള്ളതാൽ എന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം ഒരു ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും രൂപം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ഞാൻ യേശുവിന്റെ മാർവിൽ. തീരെ ബലഹീനനായി കിടന്നാലും ഞാൻ യേശുവിന്റെ മാർവിൽ. എത്തും സഹായം അത്യത്ഭുതമാം തൊട്ടു സുഖപ്പെടുത്തും.
ആമേൻ. ഹല്ലേലൂയ. നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്ന, സഹായവുമായി എത്തുന്ന, അത്യത്ഭുതമായി എത്തുന്ന ഒരു യേശുവുണ്ട്. എന്താനന്ദം കൂടെയുള്ള വാസം, എന്താനന്ദം, എനിക്കെന്താനന്ദം. ചിന്താതീതം, അത് ചിന്തക്കപ്പുറമാണത്, അത് മനോഹരമാണ്. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരുന്നു. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. ഒന്നും കാണാതെ ഇറങ്ങിയെങ്കിൽ ആ ദൈവം വിശ്വസ്തനാണ്. ഒന്നിനും മുട്ടില്ലാതെ വണ്ണം സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് ഇന്നവൻ നിനക്ക് പകർന്നു തരും. ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാകും ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകി സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാകും ജീവിതം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാകും ജീവിതം. സന്താപമേറുമി ലോകേ ഞാനായിരം സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ എന്താനന്ദം, ശബ്ദനോടാൻ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഒന്ന്, നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ. യേശു മേലോട്ട് നോക്കി കൈ അങ്ങോട്ട് കല്ലറയ്ക്ക് നേരെ നീട്ടി. എന്തിനാണെന്നറിയാമോ? എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈ നീട്ടു. ഏറ്റവും വലിയ ശത്രു ആരാണ്? ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രു, ഏറ്റവും വലിയ ശത്രു മരണമാണെങ്കിൽ പോലും ആ മരണത്തിൻ്റെ നേരെ കൈ നീട്ടാൻ കഴിവുള്ളവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ കൈ നീട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രൈസ് ഗോഡ്, ലാസറേ പുറത്തു വരിക. മരണം കീഴടങ്ങി, മരണം കീഴടങ്ങി, മരണം കീഴടങ്ങി. ഒടുക്കത്തെ ശത്രു നീങ്ങിപ്പോയി. ഹല്ലേലൂയ. എടാ, ഇതിനേക്കാൾ വലിയ ഘട്ടം വരാനുണ്ടോ? മരണത്തെക്കാൾ വലിയ ഘട്ടം വരാനുണ്ടോ? ഇല്ല.
പക്ഷേ അതിനെയും തോൽപ്പിച്ചവനാണ് ഇന്ന് നിന്റെ പക്കൽ വന്നിറങ്ങിയിരിക്കുന്നത്. നിന്റെ അടുക്കൽ വന്നിറങ്ങിയിരിക്കുന്നത് അതിനെയും തോൽപ്പിച്ചവനാണ്. സങ്കീർത്തനം: ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. മരിച്ച് നാറ്റം വെച്ചാലും നീ ജീവിപ്പിക്കുമെന്ന്. 4 ദിവസമായാലും ജീവിപ്പിക്കുമെന്ന്. ഒരു സാധ്യതയുമില്ലെന്ന് തോന്നിയാലും ജീവിപ്പിക്കുമെന്ന്. ഒരു വിധത്തിലും ഇന്ന് വരെ കണ്ടിട്ടില്ലെന്ന് തോന്നിയാലും ഇന്ന് കാണുമെന്ന്. ഇതുവരെ നീ കാണാത്തത് കാണിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം നിനക്ക് സന്നിധിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈ നീട്ടും. അടുത്തത്, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. വിശ്വാസത്താൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയൊക്കെ കേട്ടല്ലോ, കഴിഞ്ഞ 1.5 മണിക്കൂറായി ഈ വെയിലത്ത് ഈ ചൂടത്ത് നിന്ന് പറയുന്നത്. ഇത്രയൊക്കെ കേട്ടിട്ട് നിന്റെ വലങ്കൈ എൻ്റെ ശത്രുവിൻ്റെ നേരെ നീട്ടിയിട്ട് എന്നെ രക്ഷിക്കുമെന്ന് വായിച്ച വാക്യം വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? എത്ര പേർക്ക് അത് കാണാൻ സാധിക്കുന്നു? എത്ര പേർക്ക് വിശ്വാസത്താൽ കാണാൻ സാധിക്കുന്നു? യേശുവിന്റെ വലങ്കൈ, യേശുവിന്റെ വലങ്കൈ, യേശുവിന്റെ വലങ്കൈ നിന്റെ പ്രശ്നത്തിന്റെ നേരെ നീട്ടിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത്രയൊക്കെ ആയാലും ചില ടയറുണ്ട്, കാറ്റടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴകി കിടക്കും. ഒക്കെ മനസ്സിലാവുന്ന ആണി കയറിയിരിക്കുകയാണ്. ചില ആണി കയറിയിരിക്കുന്നത് എടുത്തു കളഞ്ഞാലേ ഈ വിശ്വാസം അങ്ങനെ ബലത്തിൽ നിൽക്കത്തുള്ളൂ. അവിശ്വാസം കൊണ്ടിരുന്ന സകല ആണികളും പറിച്ചു മാറ്റ്. ഇന്ന് പകൽ വിടുവിക്കാൻ കഴിവുള്ളവന്റെ ശക്തിയുള്ള കരം നിനക്ക് അനുകൂലമായി ചലിക്കട്ടെ. അപ്പോൾ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കും, ശത്രുക്കളുടെ ക്രോധത്തിന് കൈനീട്ടും, വലങ്കൈ എന്നെ രക്ഷിക്കും. 3. 4-മത്തെ കാര്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അതിന് ഇംഗ്ലീഷ് വായിച്ച വെറുതെ ഇരിക്കാൻ തോന്നുകയില്ല. ഒരു സ്തോത്രം തന്നെ പറഞ്ഞു. എന്താ എഴുതിയിരിക്കുന്നത്? ദ ലോർഡ് വിൽ പെർഫെക്റ്റ് ദാറ്റ് കൺസേണത്ത് മീ. ഞാനുമായ ബന്ധപ്പെട്ട വിഷയത്തെ പെർഫെക്റ്റ് ആക്കുമെന്ന്. സമാപ്തി വരെ അവസാനിപ്പിക്കുമെന്നല്ല, നീയുമായി ബന്ധപ്പെട്ട വിഷയത്തെ പെർഫെക്റ്റ് ആക്കും. യേശുവിന്റെ നാമത്തിൽ പെർഫെക്ഷൻ, 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 പെർഫെക്ഷൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 5-മത്തെ വാക്യം, 5-മത് നടന്നതാണ് 138-ാം വാക്യം. ഇനി 5-മത്തെ കാര്യം ചിന്തിച്ചതാണെങ്കിലും തികവിനും 7 കാര്യം ദൈവം ചെയ്യും. 5-ാം വാക്യം, സോറി 8-ാം വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. 138-ന്റെ 3-ാം വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. 5-മത് ചെയ്തത് എനിക്ക് ഉത്തരമരുളി. എപ്പോഴാ? വിളിച്ചപേക്ഷിച്ച നാളിൽ. 6-മത് ചെയ്തത് അടുത്ത വായിച്ച്, എന്റെ ഉള്ളിൽ ബലം നൽകി. എന്റെ ഉള്ളിൽ ബലം നൽകി. 7-മത് ചെയ്തത് ബലം നൽകി. എന്തോ വായിക്കേ? എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദിന് 7 കാര്യം ദൈവം ചെയ്തു. 1-മത് ചെയ്തത് 8-ാം വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പിന്നെ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. ശത്രുക്കളുടെ ക്രോധത്തിന് കൈനീട്ടും. 3. പിന്നെ നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. വലങ്കൈ എന്നെ രക്ഷിക്കും. 4. ഇനി 3-ാം വാക്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. 5-മത് എനിക്ക് വിളിച്ചവരെ ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി. 6-മത് എന്റെ ഉള്ളിൽ ബലം നൽകി. എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. 7-മത് എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 1-2 വാക്യങ്ങൾ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അടുത്തത്, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. അനേക ദൈവങ്ങളുണ്ടെങ്കിൽ ഇതുപോലൊരു ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്നെ പോലൊരു ദൈവമില്ല, നിന്നെ പോലൊരു ദൈവമില്ല, നിന്നെ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ എഴുതിയൊരു വാക്യം 1 രാജാക്കന്മാരുടെ 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 രാജാക്കന്മാരുടെ 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം.
നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ആമേൻ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം. ഈ ദൈവം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം തീ കൊണ്ട് ഉത്തരം തരുന്ന ദൈവമാണ്. ആകാശത്തിൽ നിന്ന് തീ ഇറക്കി ഉത്തരം തരുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 14:11. 2 ദിനവൃത്താന്തം 14:11. 2 Chronicles 14:11. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഈ വാക്യം കേട്ടിട്ട് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ പറഞ്ഞിരിക്കുന്നല്ലോ, വായിച്ചേ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത്. ആവർത്തനം 33:26 മുതൽ 26. ആവർത്തനം. യേശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യേശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. വിശ്വസിക്കാമോ? നിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അടുത്തത്, നിന്റെ സഹായത്തിനായി നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അവൻ ഭൂമിയിൽ കൂടെ വന്നിരുന്ന തടുത്തു നിർത്താൻ കഴിയേനെ. എന്നാൽ അവൻ ആകാശത്തൂടെ വരികയാണ്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്ന ഈ യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അടുത്തതായിട്ട് തീർത്തരാം. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ മുമ്പിൽ നിന്ന് ശത്രുവിനെ നീക്കിക്കളഞ്ഞവനെ കൊല്ലടാന്ന് കൽപ്പിച്ചേക്കുകയാണെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ. നിന്റെ മുമ്പിൽ ഇപ്പോൾ ജീവനോടെ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് അവനെ സംഹരിക്ക. ഡിസ്ട്രോയ് ഹിം. ആര് കൽപ്പിച്ചു? എന്റെ കർത്താവ് കൽപ്പിച്ചു. എന്തോ കൽപ്പിച്ചു? ഡിസ്ട്രോയ് ഹിം. ആരോട് കൽപ്പിച്ചു? നിന്റെ ശത്രുവിനോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ഡിസ്ട്രോയ്. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ഡിസ്ട്രക്ഷൻ നീ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം. വായിച്ചോ. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവനെ മഞ്ഞു പൊഴിക്കുന്നു. നിന്റെ ശത്രുവിനെ നശിപ്പിച്ചിട്ട് ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് നിർഭയമായും തനിച്ചും വസിച്ച് ആകാശം നിനക്ക് വേണ്ടി പൊഴിച്ചു തരുന്ന മഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ഇത് പകൽക്കാലം ഹല്ലേലൂയ പറഞ്ഞൊരു സ്തോത്രം ചെയ്യാമോ? അടുത്ത വാക്യം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം ഇതുപോലെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചെന്ന് ഉറപ്പുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. അടുത്തത്, നിനക്ക് തുല്യൻ ആർ? നിസ്തുല്യനായ ഒരു ദൈവത്തെ സേവിക്കുന്ന നിനക്ക് തുല്യനും ആരുമില്ലെന്ന്. ഓ, എന്തൊരു ദൈവമല്ലേ ഈ വലിയ ദൈവത്തെ, ഈ നിസ്തുല്യനായ ദൈവത്തെ സേവിക്കുന്ന നിനക്ക് തുല്യനാര്? അടുത്ത വാക്യം. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളും ആകുന്നു. നിന്റെ മഹിമയുടെ വാളും. the sword of thy excellence. ഓ, എന്തൊരു വചനമല്ലേ. യോ, the sword of thy excellence, the sword of thy excellence, the sword of thy excellence. നിന്റെ മഹിമയുടെ വാള്, നിന്റെ മഹിമയുടെ വാള് നീ സേവിക്കുന്നതിന്റെ ദൈവമാണ്. അടുത്തത്, നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതികളിന്മേൽ നടകൊള്ളും. നീ അവരുടെ ഉന്നതികളിന്മേൽ നടകൊള്ളും എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ വീണ് കിടക്കത്തില്ലെന്ന്, നീ ഇങ്ങനെ വീണ് കിടക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. നീ അവരുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളും. ശത്രുവിനെ ഡിസ്ട്രോയ് ചെയ്ത്, ശത്രുവിനെ നശിപ്പിച്ച് നിന്നെ ഉന്നതികളിൽ മേൽ നടകൊള്ളുന്ന ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തെ വിശ്വസിച്ച് കൊണ്ടൊരു സ്തോത്രം ചെയ്യാമോ? കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഈ വലിയ ദൈവത്തെ
നിസ്തുല്യനായ ദൈവത്തെ എൻ്റെ ദൈവമെന്ന് പറയുവാൻ, അങ്ങനെ ഈ കർത്താവിനെ എൻ്റെ ദൈവമായി കൈക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. ആദ്യം ചാൻസ് ഗസ്റ്റായിട്ട് വന്നവർക്ക്, ഇത് ഗസ്റ്റായിട്ടുള്ള വന്നവർക്ക് എനിക്ക് ഈ ദൈവത്തെ എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയട്ടെ, ഇന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ദൈവം എൻ്റെ ദൈവം, ജീവപര്യന്തം എന്നെ വഴി നടത്തുന്ന ഈ ദൈവത്തെ എൻ്റെ ദൈവമെന്ന് പ്രഖ്യാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കരങ്ങൾ ഉയർത്തിയാട്ടെ. പ്രൈസ് ഗോഡ്. താല്പര്യമുള്ളവർ കരങ്ങൾ. ഈ ദൈവം എൻ്റെ ദൈവം. ഈ യേശുവിൻ്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഈ ദൈവം എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം പ്രഖ്യാപിക്കാൻ പോകുകയാണ്, ദിസ് ഗോഡ് ഈസ് മൈ ഗോഡ്. ഈ ദൈവം എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ വിളിച്ചു പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എഴുന്നേറ്റാൽ മതി കേട്ടോ. നിർബന്ധിച്ച് ആരും എഴുന്നേക്കണ്ട. പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ താല്പര്യമുള്ള എൻ്റെ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞ് എനിക്കൊന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഗസ്റ്റിനോട് പറയുകയാണ്. സഭയിലുള്ളവരോട് പിന്നെ പറയാം. ഈ സഭയിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവർക്ക് കരമുയർത്താം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെസ്, എഴുന്നേറ്റ് നിന്നാട്ടെ. ആദ്യമായി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് പകല് ഇവിടെ വന്നിട്ട് ഒഴിഞ്ഞ പാത്രവുമായി വന്നെങ്കിൽ നിറഞ്ഞ പാത്രവുമായി മടങ്ങിപ്പോകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മുമ്പോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എഴുന്നേറ്റ് മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ താല്പര്യമുള്ള കരമുയർത്താം. ഈ ദൈവം എൻ്റെ ദൈവം ഒരിക്കൽ കൂടെ ഉറപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ പുതുക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഈ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവർക്ക് അവസരം ആദ്യം കൊടുക്കണമല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അതിഥികൾക്ക് വിളമ്പിയിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവിടെ ഉള്ളവർക്ക് വിളമ്പാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇനിയും ആരെങ്കിലും എഴുന്നേറ്റ് വരണം. ഇപ്പോൾ എഴുന്നേറ്റ് വരണം. പ്രൈസ് ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അച്ഛൻ മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും പറഞ്ഞിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് പ്രാർത്ഥന നിങ്ങൾ ഉറക്കച്ചില്ല. കർത്താവായിരിക്കുന്ന യേശുവേ, ഉറക്കെ പറ. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം ഇവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയൻ അടുത്ത് വരികയാണ്. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന യേശുവിൻ്റെ ദൈവമേ, എന്നോട് മനസ്സറിയണമേ. ഇന്ന് പകൽ ഞാൻ വന്ന വിഷയത്തിന്മേൽ, പറഞ്ഞ വിഷയത്തിന്മേൽ, ആഗ്രഹിച്ച വിഷയത്തിന്മേൽ ഒരു മറുപടി അയക്കണമേ. യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവ് ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ യേശുവിനായി ഞാൻ ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, നിരദാസിക്ക് പ്രാർത്ഥിക്കുന്നു. വിടുതൽ അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തോടുള്ള പോരാട്ടത്തെ ശാസിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാം നിഷ്ഫലമാക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുമേൽ ജയമെടുക്കാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഓടി ഓടി തളർന്നു നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു പുത്തൻ വേഗത്തിൽ ഓടുവാനുള്ള സ്റ്റാർട്ട് ഇവിടെ കൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിരാശകളുടെ ആഴപ്പിടിയിൽ നിന്ന് പിടിച്ചു കയറ്റുന്ന ദൈവപൂർവ ഇവിടെ വ്യാപരിക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി രണ്ടാമത് പൊക്കി ഒരു കരമുയർത്തി പിടിച്ചാൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉറക്കെ പറ. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ കരമുയർത്തി മേലോട്ട് നോക്കി നിന്നോട് അപേക്ഷിക്കുന്നു. ലാസറിനെ പോലെ 4 ദിവസമായ നാറ്റം വച്ച, ജീവൻ പോയ, ജീർണിച്ച വിഷയങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ഞങ്ങളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന്മേൽ നീ കൽപ്പിക്കണമേ. പുറത്തു വരിക എന്ന്, ലാസറെ പുറത്തു വരിക എന്ന് അന്ന് കൽപ്പിച്ചതുപോലെ ഇന്ന് കൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതം കാണത്തക്കവണ്ണം വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, ലാസർ വെളിയിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ.